അപ്പം നമ്മൾ 2025 പുൽക്കൂട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ട്രാൻസിഷൻ വീഡിയോസൊക്കെ ഞാൻ ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർ അതും പോയി കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ ഡെക്കറേഷൻ ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞതല്ല, കുറേ ദിവസം കൊടുത്ത് ഈ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ. പിന്നെ നമ്മൾ ആദ്യം കുറച്ച് ഡെക്കറേഷൻ മതി പറഞ്ഞ് നമ്മൾ ഓരോ ദിവസം ഇത് കഴിയും തോറും ക്രിസ്മസ് ആവണ വരെ കുറേ സാധനങ്ങൾ വാങ്ങി കുറച്ച് കുറച്ചായിട്ട് ഓരോ ദിവസം ഓരോന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ട് അതൊരു വലിയ ഡെക്കറേഷൻ തന്നെ ആക്കി. പിന്നെ ഒരു ദിവസം ഒരു ലൈറ്റ് വയ്ക്കുക, പിന്നെ ഒരു ദിവസം വേറെ ലൈറ്റ് വയ്ക്കുക, അങ്ങനെ ഓരോ ദിവസവും കുറേ ലൈറ്റൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടി കളർഫുള്ളാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ശരിക്കും സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന ഒരു പുൽക്കൂടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു നല്ല ഔട്ട്പുട്ടും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ വീഡിയോസൊക്കെ ഞാൻ എടുക്കാൻ മറന്നിട്ടുണ്ട്. ആ ഒരു ഡേ ഞാൻ കുറേ നേരം നിന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് മാത്രമേ ഞാൻ ഹെൽപ്പും ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ആ വഴിക്ക് പോയി എനിക്ക് ടൈമും കിട്ടിയിട്ടില്ല. പിന്നെ ഓഫീസിലെ ക്രിസ്മസ് സെലിബ്രേഷന് തിരക്കും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഫോൺ നിറച്ചും കുറേ ക്രിസ്മസ് വീഡിയോസ് ഉണ്ട്. പക്ഷെ എനിക്കതൊന്നും എഡിറ്റ് ചെയ്ത് പോലും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ടൈം പോലും കിട്ടിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് കഴിഞ്ഞാലും ക്രിസ്മസ് വീഡിയോസ് കുറേ ഉണ്ട്. പക്ഷേ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ക്രിസ്മസ് വീഡിയോസ് ഒന്നും ഇട്ടിട്ട് ഒരു കാര്യമില്ലല്ലോ. ഇപ്പോൾ ഈ എടുത്ത വീഡിയോസൊക്കെ ഡിലീറ്റ് ആക്കേണ്ടി വരും കുറേ. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ക്രിസ്മസ് ട്രീയോ പുൽക്കൂടോ ഒക്കെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ കരോളുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടാം. കരോളുകാർ വന്നിട്ട് അവരുടെ കയ്യിൽ ചെറിയൊരു പുൽക്കൂട് ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഈ പുൽക്കൂട്ടിലൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ അതും സന്തോഷം. നമ്മുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയല്ല, ഇനിയുണ്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ. അപ്പോൾ ബാക്കി ക്രിസ്മസ് വ്ളോഗാണിത്. എൻ്റെ ഔട്ട്ഫിറ്റ് കറക്റ്റ് ക്രിസ്മസിന് മാച്ചായി പോകുന്നൊരു ഔട്ട്ഫിറ്റും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. കൂട് നമ്മൾ നൈറ്റൊക്കെയല്ലേ കണ്ടത്, അപ്പോൾ അത്ര ക്ലിയർ ആയിട്ടൊന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ രാവിലെ ഞാൻ നിങ്ങൾക്ക് പുൽക്കൂട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പുൽക്കൂട് രാവിലെ. പക്ഷേ ഇത് നൈറ്റ് കാണാൻ നല്ല അടിപൊളിയാണ്. കാരണം അത്രയും ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് നൈറ്റ് ഇതിൻ്റെ വൈബ് കാണിച്ചു തരാം. ഭംഗിയറിയാം. കാരണം നൈറ്റ് ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അപ്പം നമുക്ക് നൈറ്റ് വ്യൂ കാണാം അതിൻ്റെ. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണം. ആ കളർഫുൾ ലൈറ്റും കൂടെ ആയപ്പോൾ ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. നൈറ്റൊക്കെ ഇത് നേരിട്ട് കാണാൻ വീഡിയോയിൽ കാണുന്നേക്കാളും ഭംഗിയുണ്ടാവും നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ റെഡിമെയ്ഡ് പുൽക്കൂട് ക്രിസ്മസ് ട്രീ ഇതൊക്കെ വാങ്ങുന്നതിനേക്കാളും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനും വേറെയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.